ശിരോവസ്ത്രത്തിന്റെ പേരിൽ വിദ്യാർത്ഥിനിക്ക് സ്കൂൾ വിടേണ്ടി വരുന്നത് ഖേദകരമാണെന്ന് സംസ്ഥാന നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂർ. തട്ടമിടൽ മുസ്ലിമിന് നിർബന്ധമായ കാര്യമാണ്. തട്ടം നിശ്ചിത കളർ വേണമെന്ന് സ്കൂളിന് പറയാം. സർക്കാർ കൃത്യമായ സംരക്ഷണം നൽകിയാൽ വിദ്യാർത്ഥിനി ആ സ്കൂളിലേക്ക് തന്നെ പോകുമെന്നാണ് കരുതുന്നതെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു. ഇന്ന കളറിലുള്ള ഒരു ഹെഡ് സ്കാർഫ് ധരിക്കണമെന്ന് പറയാൻ ആർക്കും അധികാരമുണ്ട്. കാരണം യൂണിഫോമിറ്റി കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ന കളറിലുള്ളതായിരിക്കണം നിങ്ങളെ തലയിൽ തട്ടം എന്ന് പറയാമെന്നല്ലാതെ അത് ധരിക്കരുത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ അവകാശത്തെ ഹനിക്കലായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന പെണ്ണാണെങ്കിൽ അവൾക്ക് തട്ടമിട്ടേ പറ്റൂ. അത് മതത്തിന്റെ നിയമമാണ്. അപ്പോൾ പൗരാവകാശം അല്ലെങ്കിൽ മതാവകാശം എന്നതിന്റെ പേരിൽ ഒരു കുട്ടിക്ക് ആ സ്കൂളിൽ പഠിക്കാൻ അനുമതി നിഷേധിക്കുമ്പോൾ മാറേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം ഖേദകരമാണ്. ശിരോവസ്ത്ര വിവാദം മനഃപൂർവ്വം സൃഷ്ടിച്ചതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വി ശിവൻകുട്ടിയുടേത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ്. മന്ത്രി VN വാസവനെ സംരക്ഷിക്കാൻ വി ശിവൻകുട്ടി കണ്ടെത്തിയ മാർഗമാണിതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അത് ഒരു മാനുഫാക്ചേർഡ് കോൺട്രവേഴ്സിയാണ്. ശിവൻകുട്ടിജി വാസവനെ സംരക്ഷിക്കാൻ ആ ഒരു ഇഷ്യൂ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ മാനുഫാക്ചർ ചെയ്തൊരു കോൺട്രവേഴ്സിയാണ്. ശബരിമലേന്റെ ഈ കൊള്ളേന്ന ഇഷ്യൂന്ന് എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കാൻ CPM ഒരു വലിയ ശ്രമം. ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇന്നും പറയുന്നു, എപ്പോഴും പറയും. ഇവിടുത്തെ സെക്യുലറിസം എപ്പീസ്മെന്റ് അല്ല. ഇത് ജമാഅത്തെ ഇസ്ലാമിയും SDP അല്ല തീരുമാനിക്കേണ്ടത്. നമ്മുടെ നാട്ടിന്റെ സംസ്കാരവും നമ്മുടെ നാട്ടിന്റെ സെക്യുലറിസം ഇതെല്ലാം ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണ്. എങ്ങനെയെങ്കിലും ശബരിമല കൊള്ളയെന്ന് ശ്രദ്ധ തിരിക്കാൻ CPMന്റെ ഒരു ശ്രമം. അത് നടക്കില്ല എന്ന് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.